ഇല്ല, ഞാൻ സംസാരിക്കാം. ആ, എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഇപ്പം എനിക്കറിയില്ല. എന്തായാലും ഞാൻ സംസാരിച്ച് നോക്കാം. ആ ആ ഞാൻ വിളിക്കാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്ത്? എനിക്ക് പുറത്തിറങ്ങി നടക്കൊന്നും വേണ്ടേ? എന്താ നീ പറയണത്? ഇയാളായിട്ട് നിങ്ങളുടെ ബന്ധം എന്താ? ഇത് എപ്പോ തുടങ്ങിയതാ? ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുന്നേ അതുണ്ടായിരുന്നില്ല, ഇപ്പൊ അതും കൂടി ആയിട്ടുണ്ട്. നീ ആദ്യം വന്ന കാലം നിൽക്കാതെ ഈ ബാഗൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഇതിനൊരു തീരുമാനമായിട്ട് മതി. ഇനി അമ്മ അതെന്താ പറ? എനിക്ക് പുറത്തിറങ്ങൊന്നും വേണ്ടേ? സ്കൂളിലും എല്ലാരും പറയുന്നുണ്ട് ഇപ്പോ. എന്താ പറഞ്ഞത്? എന്താ പ്രശ്നം? ആളുകളുടെ പ്രശ്നം എന്താ? ഈ പറഞ്ഞ ആളുകളാണ് എനിക്ക് ചെലവിനത്, നിനക്ക് ചെലവിനത്? പുറത്തിറങ്ങി നടക്കണ്ടേ? ആൾക്കാരെ പറഞ്ഞത് എന്തായാലും ചെവി വരില്ലേ? അയാളുടെ ബന്ധം എന്താ? അച്ഛൻ മരിച്ച 3 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ, അതിന് മുന്നേ ഉണ്ടോ അതോ? ദേ, വേണ്ടാത്ത വിളിച്ച് പറയുന്നത് കേട്ടാ. പിന്നെ നീ എന്താ അറിഞ്ഞിട്ടാ ഈ പറഞ്ഞത്? നിന്റെ അച്ഛൻ മരിക്കുമ്പോ ഈ വീടിന്റെ അവസ്ഥ എന്താ നിനക്കറിയോ? അതൊന്നും എന്നെ ബാധിക്കില്ല. ബാധിക്കണം, ബാധിക്കണം. എന്താ നീ എന്താ വിചാരിച്ച്? ബാധിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടിക്കുക എല്ലാ വണ്ടിയും കൂടിയിട്ട്. എന്നെ കൊണ്ട് പറ്റില്ല. ഞാനൊരു കൂട്ട് കണ്ടുപിടിച്ചത് വെറുതെ അല്ല. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയത് 1-2 ലക്ഷം അല്ല, 35 ലക്ഷമാണ്. അതെങ്ങനെ വിട്ടുന്നാ പറ? എങ്ങനെ വിട്ടു? നിന്റെ ഈ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും തരുമോ? വേണ്ട, പിന്നെയും പിന്നെ വിളിച്ചോണ്ടിരിക്കുക. അതെ, വിളിച്ചോണ്ടിരിക്കാനാണ്. നിന്റെ ആൾക്കാർ ആരെങ്കിലും തരുമോ? പറ. ഈ രാവിലെ തൊട്ട് വന്നിട്ട് ഈ ഫോൺ വിളി, പിന്നെ അയാളോടെ കയറി ഇറങ്ങുന്നൊക്കെ നീ പറയുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വിളിയൊന്നുമില്ല. എനിക്ക് അയാളെ ഇഷ്ടാ, അയാൾക്ക് എന്നെ ഇഷ്ടാ. എന്റെ ബാധ്യതകൾ എന്റെ മോളടക്കം അയാളെ ഏറ്റെടുക്കാൻ തയ്യാറാ. പിന്നെ ഞാൻ ഈ കടകൾ എന്താ ചെയ്യേണ്ടത്? ഈ 35 ലക്ഷം രൂപ നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടുക? നീ പറഞ്ഞാ എനിക്ക് കടത്തിന്റെ കാര്യം എനിക്ക് അറിയണ്ട. എനിക്ക് അന്തസ്സായിട്ട് നാട്ടിൽ ജീവിക്കണം. കടത്തിന്റെ കാര്യം നിനക്ക് അറിയണ്ടാന്നോ? എടി, നിനക്ക് ജോലിയുണ്ട് അല്ലേ? നിനക്ക് ജോലിയുണ്ട്. നിന്നെ നന്നായി കെട്ടിച്ച് ഇവിടുന്ന് പറഞ്ഞയച്ചതാ. അതിന്റെ കൂടി കടാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. നീ ഇവിടുത്തെ എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടോ? നിനക്ക് ജോലിയുണ്ട്, നല്ലൊരു തുക നിനക്ക് കിട്ടുന്നുണ്ട്. നീ എന്തെങ്കിലും എനിക്ക് തരുന്നുണ്ടോ? ഈ അമ്മ എങ്ങനെ ഇവിടെ കഴിയുന്നത് നീ അറിയുന്നുണ്ടോ? കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു കൂടെ കൂട്ടി. അതിന് തന്നെയാണ് നിൽക്കുന്നത്. നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. നല്ല മാന്യമായിട്ട് നീ സംസാരിച്ചാൽ മതി എന്നോട്. നാട്ടില് മാന്യത കാണിക്കുന്നോട് അത് കാണിക്കാനും പറ്റുള്ളൂ. അഞ്ജു, നീ ഇപ്പൊ ആകെ പ്രഷറിലാ. പോയി കുളിക്കേ, എന്താന്ന് വെച്ചാ പോയി കഴിക്കുക, എന്തെങ്കിലും ചെയ്യേ. എന്നിട്ട് നീ ഞാൻ പറയുന്ന മനസമാധാനത്തോടെ കുറച്ച് കഴിഞ്ഞ് കേക്കവാ. ഇപ്പൊ നീ പോ. ഇതൊരു തീരുമാനം പറ. നീ ഈ പറയുന്ന പോലെയുള്ള ഒരു തെറ്റും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. എനിക്ക് അയാളെ ഇഷ്ടമാ. നിങ്ങൾ ഈ പറയുന്ന പോലെ അയാൾ ഡെയിലി ഇങ്ങോട്ട് കയറി വരുന്നില്ല. എന്റെ എല്ലാ ബാധ്യതയും തീർക്കാൻ അയാൾ തയ്യാറാ. എനിക്ക് അയാളെ ഇഷ്ടമാണ്, അയാൾക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയതേ അന്തിക്കൂട്ടിനല്ല, എന്റെ ഈ ബാധ്യതകൾ ഏറ്റെടുക്കാൻ വേണ്ടിട്ടാ. നീ ഏറ്റെടുക്കോ എന്റെ ബാധ്യത? നീ ഏറ്റെടുക്കോ? നിന്റെ കുടുംബക്കാരെ ഏറ്റെടുക്കോ? നിന്റെ അച്ഛന്റെ വീട്ടിൽ ഏറ്റെടുക്കോ? ആരെയും ഏറ്റെടുക്കോ? ഇല്ലല്ലോ. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തീർക്കണം. നിന്റെ അച്ഛൻ കുടിച്ചും കളിച്ചും ഒക്കെ കൂടി ഉണ്ടാക്കിയ കട ഇതൊക്കെ, ഇതെല്ലാം ഞാൻ ഏറ്റെടുക്കണ്ടേ? നിനക്കറിയില്ല, പലിശക്കാര്, അടവേറ്, പിന്നെ പോരാത്തിന് അക്കുറത്ത് കൂടി എല്ലാ ആളുകളും കടം മേടിച്ചത്. ഇതൊക്കെ എന്റെ ശരീരം കണ്ടിട്ട് എന്നെ കണ്ടിട്ട് ആൾക്കാർ കയറി വരിക. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു കൂട്ട് വേണ്ടതേ എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടിട്ടാ, എന്റെ കടങ്ങൾ തീർക്കാനാ. അല്ലാതെ നീ പറഞ്ഞ പോലെ മറ്റേ പണിക്കല്ല. ആളുകളുടെ വാക്ക് കേട്ട് നീ എന്റെ അടുത്ത് ഞാൻ ഇതുപോലെ വന്ന് പറഞ്ഞ ആരും നീ ആളുകളുടെ അടുത്ത് പോയി ചോദിക്കേ, അമ്മ ഇവിടെ വരടി കയറ്റി വിളിച്ചിട്ടുണ്ടോന്ന് ആരും ചോദിക്ക്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളോട് സംസാരിക്കണം. ഇതിനൊരു തീരുമാനമാക്കണല്ലോ. ഒരു കല്യാണോ അങ്ങനെ എന്തെങ്കിലും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. നീ ഒന്ന് സമാധാനപ്പെട്, പോയി കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കേ, എന്നിട്ട് വാ. അപ്പോഴത്തേക്ക് അയാൾ വരും. ചെല്ലേ? ഉറപ്പല്ലേ? ശരി, ഞാനും കാത്തിരിക്കാം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ശരി ശരി. ഹലോ. അന്ന ചേട്ടാ, ഇന്ന് മോള് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, അവനില്ല കൂടെ. അവൻ ബാംഗ്ലൂരല്ലേ. മോള് കോളേജിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതാ. അത് അവളോട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത്ര. മനോജത്തിന് അറിഞ്ഞ തന്നെ. ഞാൻ പൊട്ടിത്തെറിച്ചു പോയി അവളുടെ മുന്നിൽ. അവള് പറഞ്ഞത് അല്ലാത്ത മോശമായിട്ട് അമ്മേനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പറ്റില്ല, ഈ വീട്ടിലിങ്ങനെ പറ്റില്ല, എനിക്ക് പറ്റില്ല, എൻ്റെ അമ്മ ഇങ്ങനെ നടക്കാൻ പറ്റില്ല, ഇതൊക്കെ അവൾ പറഞ്ഞത്. അയാളെ കൂടെ താമസിക്കാനാണോ നിങ്ങൾ നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ എന്താ പറയാൻ മനസ്സിലായി.
ഞാൻ പറഞ്ഞു. നമുക്ക് മാത്രമേ ഇപ്പോൾ നല്ല ബന്ധമായിട്ടുള്ളൂ. പക്ഷെ പുറത്തുള്ളവർക്കൊക്കെ ഇപ്പൊ ഇത് വല്ലാത്തൊരു മോശപ്പെട്ട ബന്ധം. മനോജേട്ടൻ എന്നെ ഒഴിവാക്കരുത്. എൻ്റെ മോൾക്കും എനിക്ക് തന്നെ വാക്ക് കൊടുക്കണം. എന്നെ കൈവിടരുത് കേട്ടോ. ആ ഇല്ല ഇല്ല മനോജേട്ടാ, ഞാൻ പറയാം. കല്യാണം തന്നെ ആയിട്ട് വേണം. നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാൽ പോരാ. നാടൊട്ടേക്ക് എല്ലാവരും അറിയണം. എനിക്ക് വയ്യ മോശപ്പേരുമായിട്ട് ജീവിക്കാൻ. ശരി മനോജേട്ടാ. ആ ആ ഞാൻ വിളിക്കാം. എന്തായി, വരുമോ? ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് ഞാൻ പോകണല്ലോ. പിന്നൊരു കാര്യം, അച്ഛനൊന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മനസ്സിലൊരു ഒറ്റ അച്ഛനേ ഉള്ളൂ. അത് മരിച്ചു എൻ്റെ അച്ഛനാ. ആ മനുഷ്യൻ മാത്രം മതി. നിങ്ങൾക്ക് ജീവിക്കാൻ ജീവിക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. മോളെ നീ എന്തെങ്കിലും അകന്ന് സംസാരിക്കുന്ന പോലെ അമ്മയോട്. ഞാൻ കേട്ടത് അത്രയുണ്ട്. എനിക്ക് മനസ്സിന് മായുന്നില്ല. എന്തായാലും ആള് വരട്ടെ, സംസാരിക്കാം. ഈ പറയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ ചോദിച്ചായിരുന്നോ നിന്റെ അമ്മ അങ്ങനത്തെ ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ അവർ കണ്ടുന്ന്? നീ ചോദിച്ചായിരുന്നോ? നീ കണ്ടായിരുന്നോ? ശരിയാ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആളുകൾ പറയുമ്പോൾ അവരോട് ചോദിക്കാൻ നിൽക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എന്തായാലും കരയണ്ട, വരട്ടെ, സംസാരിക്കാം. ഞാൻ ഒരുപാട് മാറിപ്പോയി. അമ്മയെ കുറിച്ച് ഓരോന്ന് കേട്ടപ്പോഴത്തേക്കും നിനക്ക് നിന്റെ അമ്മയെ അറിയില്ല അല്ലേ? ഇപ്പൊ എനിക്ക് എന്നെ മാത്രം ബോധിപ്പിച്ചാൽ പോരല്ലോ, വേറൊരു കുടുംബത്തിനെ കൂടി ബോധിപ്പിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസാരിക്കാന്ന്. ശരി, ബോധിപ്പിക്കണം, ബോധിപ്പിച്ചു കൊടുക്ക. പൊക്കോ, ഇനി അയാൾ വന്നിട്ട് വന്നാൽ മതി എന്റെ മുന്നിലേക്ക്. പൊക്കോ.